അന്നാമലൈ നൽകിയിരുന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ ഇൻവാലിഡ് ആണ് എന്ന് UGC പറഞ്ഞിട്ടുണ്ട്. 2014-15 ശേഷം അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുമായി ബന്ധപ്പെട്ട് വലിയൊരു ചോദ്യചിഹ്നമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികളും അവരുടെ സെൻറ്റേഴ്സും അവരുടെ കോഴ്സുകളും അപ്രൂവ്ഡ് ആണോ അല്ലേ എന്നുള്ള ചോദ്യം പലപ്പോഴായി വരാറുണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്ന തികച്ചും ന്യായമായ ചോദ്യമാണ്. കാരണം ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ കാശ് മുടക്കുന്നു, സമയം മുടക്കുന്നു, അതോടൊപ്പം നമ്മുടെ എഫേർട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന കാര്യമാണ്. പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, നാളുകൾക്ക് ശേഷം ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രൂവലിലേക്ക് പോകുമ്പോഴാണ് പല കുട്ടികൾക്കും, വിദ്യാർത്ഥികൾക്കും, ഉദ്യോഗാർത്ഥികൾക്കും അവർ നേടിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് അല്ല എന്ന കാര്യം മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു നിസ്സഹായത കൊണ്ടുവരുന്ന അവസ്ഥയാണ്. ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ടോപ്പിക്ക് തന്നെയാണ്. അതായത് നിങ്ങൾ നേടുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അത് അപ്രൂവ്ഡ് ആണോ അല്ലേ, നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികൾ, അവരുടെ സെൻറ്ററുകൾ, അവരുടെ കോഴ്സുകൾ അപ്രൂവ്ഡ് ആണോ അല്ലേ, വാലിഡ് ആണോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന കാര്യമാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പല എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇഗ്നോയുമായി ബന്ധപ്പെട്ട്, അന്നാമലൈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി പല കാര്യങ്ങളും നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ്, അതായത് എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും, ആരാണ് പഠിക്കേണ്ടത്, ആരാണ് പഠിക്കേണ്ടാത്തത്, ഇങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പല എപ്പിസോഡുകൾ ഇറക്കിയിരിക്കുന്നു. അതിനെയൊക്കെ ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ. ഇന്ന് അന്നാമലൈ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നേടിയ കുട്ടികളുടെ അവസ്ഥയുമൊക്കെ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് അപ്രൂവ്ഡ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അവകാശം തന്നെയാണ്. അതിന് നിങ്ങൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അല്ലെങ്കിൽ DEB എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കാണാൻ പറ്റും. ഗൂഗിളിൽ പോയി UGC DEB എന്ന് അടിച്ചു കൊടുത്താൽ, UGC സ്പേസ് DEB എന്ന് അടിച്ചു കൊടുത്ത് എൻ്റർ അടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കിലേക്ക് എത്താൻ പറ്റും. അതോടൊപ്പം പല സമയങ്ങളിലായി UGC പുറത്തുവിട്ട ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാവുന്ന യൂണിവേഴ്സിറ്റികളും അവരുടെ കോഴ്സുകളുമൊക്കെ വളരെ വൃത്തിയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ടോ എന്ന്, അതിനുശേഷം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നോക്കേണ്ടത് ഏത് വർഷത്തിലേക്കാണ് ഇത് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് എന്ന്. സോ ആ കാര്യവും ശ്രദ്ധിക്കുക. ഏത് കാലയളവിലേക്കാണ് അഡ്മിഷൻ നേടാവുന്നത്, അപ്രൂവ്ഡ് ആയിട്ടുള്ളത് എന്ന്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമാണ്, അയൽ സംസ്ഥാനങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നേടുമ്പോൾ അത് UGCയുടെ വെബ്സൈറ്റിൽ അപ്രൂവ്ഡ് ആണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ കുട്ടികളാണെങ്കിൽ കേരളത്തിൽ തുടർന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഇവിടെ PSCയിലൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നേടേണ്ടതായിട്ടുണ്ട്. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഈ ഒരു കാര്യം കൺഫേം ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ന കോഴ്സ് ചെയ്താൽ എന്ന കാര്യവും ദൃഢപ്പെടുത്തി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല, പിന്നീട് വണ്ടറടിച്ചിരിക്കേണ്ട ആവശ്യം വരില്ല. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മൊത്തമായി കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുവന്നിരുന്നു 2012 വരെ. 2012 ശേഷമാണ് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി UGCയുടെ അപ്രൂവൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന്
യാതൊരു പ്രസക്തിയുമില്ല. UGC അപ്രൂവ് ചെയ്യുന്നുണ്ട് ആസ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി, അത് വേറെ കാര്യം. സോ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈവൻ UGCയുടെ അപ്രൂവ്ഡ് ലിസ്റ്റിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. കാരണം അത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ പാർലമെൻ്ററി ആക്ട് 1985 പ്രകാരം ഇന്ത്യയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാനും ഫോറിൻ കൺട്രീസിൽ ഈവൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാനും പ്രാപ്തരാണ്. ഏതായിരുന്നാലും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. അതോടൊപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അയൽ സംസ്ഥാനങ്ങളുടെ യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കേരളത്തിലുള്ള സെൻട്രൽ ചെയ്യുന്നത് അപ്രൂവ്ഡ് അല്ല, മറിച്ച് ഏത് സംസ്ഥാനത്താണോ ആ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് അവിടെയുള്ള സെൻറ്റേഴ്സിലായിരിക്കണം. അതോടൊപ്പം ആ സെൻറ്ററും UGCയുടെ അപ്രൂവൽ ലിസ്റ്റിലുണ്ടായിരിക്കണം എന്നുള്ളത്. സോ ഏത് സെൻറ്ററിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് ആ സെൻറ്ററിൽ പോയി UGCയുടെ അപ്രൂവലുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തുന്ന ലെറ്ററോ മറ്റോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ, അതായത് എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഏത് സെൻറ്ററിലാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് ആ ഹോൾ ടിക്കറ്റിൽ ആ സെൻറ്ററിൻ്റെ പേരുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.